കോഴിക്കോട് മുക്കം നഗരസഭയ്ക്കെതിരെ തുറന്ന പോരിനൊരുങ്ങി പ്രദേശവാസികളായ കർഷകർ. കാട്ടുപന്നി ശല്യം രൂക്ഷമായിട്ടും നടപടി സ്വീകരിക്കാതെ നഗരസഭയുടെ തീരുമാനത്തിൽ പ്രതിഷേധിച്ച് ഇത്തവണ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കാനാണ് മുക്കം കർഷകരുടെ തീരുമാനം. നഗരസഭാ ചെയർമാനിൽ നിക്ഷിപ്തമായ ഓണററി വൈൽഡ് ലൈഫ് വാർഡൻ അധികാരം ഉപയോഗിച്ച് കാട്ടുപന്നി വേട്ട നടത്താൻ നടപടി സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് നടപടി. കാട്ടുപന്നി ശല്യം രൂക്ഷമായതോടെ ദുരിതമനുഭവിക്കുന്ന 100-ലധികം കർഷകർ പന്നികളെ കൊല്ലണമെന്നാവശ്യപ്പെട്ട് നഗരസഭയിൽ പരാതി സമർപ്പിച്ചിരുന്നു. ഇതിൽ പരിഹാരമില്ലാതായതോടെയാണ് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തീരുമാനമെടുത്തത്. നഗരസഭയിലെ മുഴുവൻ ഡിവിഷനുകളിലും മത്സരിക്കുമെന്നും നിലവിൽ 1-ാം ഘട്ടത്തിൽ 5 സ്ഥാനാർത്ഥികളെയാണ് ഇവർ പ്രഖ്യാപിച്ചത്. ഷാജിരാജ് എലങ്കയില് കച്ചേരിയില്, ബാബു ആക്കത്തൊടി മണാശ്ശേരി, പിന്നെ ബിന്നി മനോജ് ഇപ്പോഴത്തെ ഒരു കൗൺസിലറാണ്, മജീദ് ബാബു ഇരട്ടക്കുളങ്ങര, പിന്നെ മുനീർ തൂങ്ങുപുറം. ഞങ്ങളെ കർഷകർ പ്രതിനിധികൾ എന്തായാലും പിന്നെ നഗരസഭയിൽ വേണം. ഞങ്ങളെ ശബ്ദമാവാൻ വേണ്ടിയിട്ട് കൗൺസിലർമാർ വേണം. എന്നാൽ മാത്രമേ കർഷകരുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ കഴിയുന്ന ഒരു വിശ്വാസം അങ്ങനെയുണ്ട്. കർഷകരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്ന മുന്നണികൾക്ക് പിന്തുണ നൽകുമെന്നും കർഷക സംഘടനകൾ പറയുന്നു. പൊതുവെ കാട്ടുപന്നികൾ കുറഞ്ഞ ഇടതുപക്ഷ അംഗങ്ങൾ പ്രതിനിധാനം ചെയ്യുന്ന വാർഡുകളിൽ പന്നിവേട്ട നടത്തി കർഷകരുടെ കണ്ണിൽ പൊടിയിടാനുള്ള ശ്രമമാണ് നഗരസഭാ ചെയർമാന്റേതെന്നും കർഷക സംഘടനാ പ്രതിനിധികൾ ആരോപിക്കുന്നു. ജനം, കോഴിക്കോട്.